ഏവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന പട്ടണത്തിൽ ജനിച്ച് ലോകപ്രശസ്തനായി മാറിയ ഒരു കോസ്മോളജിസ്റ്റാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. ആൽബർട്ട് ഐൻസ്റ്റീനും ന്യൂട്ടനും ശേഷമുള്ള ലോകപ്രശസ്തനായ ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആയിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. തൻ്റെ 21ാമത്തെ വയസ്സിൽ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് ALS എന്ന മാരക രോഗമാണ്. ഏറിയാൽ 2 വർഷം, കൂടിയാൽ 5 വർഷം. ഇതിനുള്ളിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. ചലനമറ്റ ശരീരവും ശബ്ദമില്ലാത്ത അധരങ്ങളുമായിട്ട് തൻ്റെ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്ത സ്റ്റീഫൻ ഹോക്കിൻസ് ലോകപ്രശസ്തനായ ഒരു കോസ്മോളജിസ്റ്റായി മാറി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരം നമുക്കുണ്ട്, അതുപോലെ നല്ലൊരു ശബ്ദമുണ്ട്, ജീവിക്കാനുള്ള വഴികളും സ്രോതസ്സുകളുമുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ നല്ലൊരു മനസ്സ് നമുക്കില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ കാരണമായത് നല്ലൊരു മനസ്സുണ്ടായിട്ടാണ്. രോഗം പിടിപെട്ട സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ ചലനം നഷ്ടപ്പെട്ടു. ചലനമറ്റ ശരീരവും ശബ്ദമില്ലാത്ത നാവും അധരവുമായിട്ട് ലോകപ്രശസ്തനായി മാറിയ കോസ്മോളജിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിൻസ് ലോകത്തിൽ തൻ്റെ കഴിവുകളെ കാഴ്ചവെക്കുന്നത് തൻ്റെ ശരീര മികവിലല്ല, സൗന്ദര്യം കൊണ്ടല്ല, ശബ്ദം കൊണ്ടല്ല, ഒരു മനസ്സ് മാത്രമായിട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് നല്ല ശബ്ദമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, പല കഴിവുകളുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇല്ലാത്തത് മനസ്സാണ്. ഇന്ന് വിജയിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായതും നല്ലൊരു മനസ്സ് മാത്രമാണ്, നല്ല ആത്മവിശ്വാസം മാത്രമാണ്. ലോകപ്രശസ്തനായ പൗലോ കൊയ്ലോ തൻ്റെ പ്രശസ്തമായ നോവൽ ആൽക്കമിസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിങ്ങൾക്ക് അചഞ്ചലമായൊരു മനസ്സുണ്ടെങ്കിൽ, ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അതിയായൊരു താല്പര്യമുണ്ടെങ്കിൽ, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങളുടെ കൂടെ മാത്രമേ നിൽക്കൂ.